ഫേസ്ബുക്കിലെയും ഇൻസ്റ്റഗ്രാമിലെയൊക്കെ നിങ്ങൾ ചില പ്രത്യേക ഗ്രൂപ്പുകൾ പോയാൽ ട്രെൻഡിങ് തന്നെ കാണാം. അപ്പോൾ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് സ്ത്രീവിരുദ്ധതയും ഈ പറയുന്ന വർണ്ണവെറിയും. അത് ചെറുപ്പക്കാർക്കിടയിൽ പ്രത്യേകിച്ച് ഈ പറഞ്ഞ ജൻസി കിട്ടുന്നതിൽ ഭീകരമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പല മീമുകൾ എടുത്ത് നോക്കുക. പാണ്ടിക്കരിമ്പാറ എന്ന് വിളിക്കുന്ന ഒരു മീമുണ്ട്. ഭയങ്കരമായി സർക്കുലേറ്റ് ചെയ്യപ്പെടുന്ന ഒന്നാണ്. ആൾക്കാരെ ആക്ഷേപിക്കാൻ പറ്റുന്ന വാക്കാണ്. കോളനി വാണം. നിങ്ങൾക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട അധിക്ഷേപ വാക്കാണ്. പിന്നെ കുറച്ച് ദലിതരായ മനുഷ്യർ, കറുത്ത മനുഷ്യർ കുറച്ച് സ്റ്റൈലിഷായി അപ്പിയർ ചെയ്താൽ കണ്ണാപ്പി എന്ന് വിളിച്ച് ആക്ഷേപിക്കുകയാണ് അവർ സ്റ്റൈൽ ചെയ്ത് നടക്കുന്നത് പിടിക്കാത്ത മനുഷ്യർ. അപ്പോൾ നമ്മൾ ഈ കാലം കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങോട്ട് ചേഞ്ച് ആയി കഴിഞ്ഞു. നമ്മളെല്ലാവരും പുതിയ കാലമാണ്. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലുമുള്ള പുതിയ ചെറുപ്പക്കാർ സംസാരിക്കുന്നത് മുഴുവൻ ആധുനിക രാഷ്ട്രീയമാണ്. എന്താ പറയുന്നത്, ഒരേ ഒരു സമരസപ്പെടലിൻ്റെ രാഷ്ട്രീയമാണ് എന്നൊക്കെ വെറുതെ പറയും. അങ്ങനെയല്ല. ഈ പറയുന്ന ഇരുണ്ട നിറമുള്ള മനുഷ്യരെ ആക്ഷേപിക്കുന്ന സംഗതി വളരെ കൂടുതലാണ്. ആ കാര്യത്തിൽ നമ്മൾ സ്വയം വിമർശനാത്മകമായി സംസാരിക്കേണ്ടത്. പലപ്പമയം സണ്ണി കോപ്പിക്കോട് സംസാരിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ടി വിയിൽ, നിങ്ങളുടെ ടെലിവിഷൻ ഇൻഡസ്ട്രിയിൽ എത്ര ഇരുണ്ട നിറമുള്ള മനുഷ്യർ വാർത്ത വായിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ അതിന് അപവാദമായിട്ടുള്ള സംഗതികളുള്ളപ്പോൾ തന്നെ കേരളത്തിൽ പലയിടത്തും നിങ്ങൾക്ക് വളരെ സോക്കോൾഡ് വെളുത്ത സൗന്ദര്യമുള്ള ആളുകൾക്ക് മാത്രമേ അപ്പിയർ ചെയ്യാൻ അവസരമുള്ളൂ. അങ്ങനെ തീരുമാനിക്കപ്പെട്ട, അങ്ങനെ പോളിസി എടുത്തിട്ടുള്ള സ്ഥാപനങ്ങളെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് എവിടെയും ഒരു സ്ഥലവും വിമുക്തമല്ലാത്ത വിധം ഈ പ്രശ്നം ഇപ്പോഴും നമ്മളെ ചൂഴ്ന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അഡോളസൻസ് എന്ന് പറഞ്ഞ ഒരു സീരീസിനെ കുറിച്ച് ഭയങ്കര ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ആ സീരീസ് സംസാരിക്കുന്നത് ഈ ജൻസി കിഡ് എങ്ങനെയാണ്, പുതിയ തലമുറയിലെ ചെറുപ്പക്കാർ എങ്ങനെയാണ് സ്ത്രീ വിരുദ്ധത പോലെയുള്ള ആശയങ്ങൾക്ക് അടിപ്പെട്ടു പോകുന്നതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അത് സോഷ്യൽ മീഡിയ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പ്രത്യേകതരം അറ്റ്മോസ്ഫിയറിനകത്ത് ജീവിക്കുന്ന മനുഷ്യർ വ്യക്തിപരമായ അനുഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ട് കാഴ്ചപ്പാടുകൾ രൂപീകരിക്കുകയാണ്. എവിടെ നിന്നൊക്കെയാണ് അവർ നിരാകരിക്കപ്പെടുന്നത്? പ്രണയത്തിൽ നിന്ന്, സൗഹൃദങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ പറയുന്ന പൊതുവിടങ്ങളിൽ നിന്ന് നിരാകരിക്കപ്പെടുന്നു തോന്നിയാൽ പിന്നെ അവർ ഒരു സിസ്റ്റത്തോടാകമാനം, ഒരു സമൂഹത്തോടാകമാനം, ഒരു ജെൻഡറിനോടാകമാനം, ഒരു ജാതിയോടും മതത്തോടും ആകമാനമുള്ള വിരുദ്ധ നിലപാട്, വെറി അവരുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ കാണാനും പരിഹരിക്കാനും നമുക്ക് പ്രോപ്പർ മെക്കാനിസം ഇല്ല എന്നുള്ള വേറെ തന്നെ കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് നമുക്ക് കേരളത്തിൽ നോക്കിയാലും കാണാൻ പറ്റും. അപ്പോൾ ഈ ജാതിയോട്, മതത്തോട്, നിറത്തോട് ഉള്ള ഈ പറയുന്ന ഒരു സുപ്രീമസി ബോധവും, അവർ നികൃഷ്ടർ, അവർ മാറി നിൽക്കേണ്ടവർ, അവർ സൗന്ദര്യമില്ലാത്തവർ, അവർ കോളനിക്കാർ, അവർ പാണ്ടിക്കാർ എന്നൊക്കെ വിളിക്കുന്ന പ്രശ്നം നമ്മുടെ ഉള്ളിലുള്ളതാണ്. അപ്പോൾ അതിൻ്റെ സ്വാഭാവികമായ ഒരു വിഹിതം അനുഭവിക്കുകയാണ് ഈ ചീഫ് സെക്രട്ടറി. അത് എല്ലാ അർത്ഥത്തിലും നമ്മളെ സംബന്ധിച്ചൊരു സമൂഹം നിലയ്ക്ക് അപമാനകരമാണെന്ന് പറയുമ്പോൾ തന്നെ ചില ആളുകൾ ഇപ്പോൾ പറയുന്നു കേരള സാർ പഞ്ചാബി കളിയാക്കിയപ്പോൾ നമ്മൾ കേരളം വലിയ നേട്ടത്തിലാണെന്ന് പല ഇൻഡെക്സും വെച്ച് കാണിച്ചല്ലോ. എന്നിട്ട് ഇപ്പോൾ എന്താണ് കേരളത്തിൻ്റെ അവസ്ഥ എന്ന് കണ്ടല്ലോ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഒരു കാര്യം ഓർക്കണം, അങ്ങനെ ഒരു അധിക്ഷേപത്തിൻ്റെ സംഗതി ഉയർന്നു വന്ന ഘട്ടത്തിൽ നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിക്കും. ടെലിവിഷൻ ചാനലിൽ നമ്മൾ ആ വിഷയം സംസാരിക്കുന്നു. ഇന്നത്തെ പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളുടെയും പ്രധാന തലക്കെട്ടുകളൊന്നും അതാണ്. അപ്പോൾ കേരളം അതൊരു ഗൗരവപ്പെട്ട വിഷയമാണെന്ന് ചിന്തിക്കാൻ കേരളത്തിന് കഴിയുന്നുണ്ട്. പൂർണ്ണമായും അതിനെ നമുക്ക് തൂത്തുമാറ്റാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ കൂടി നമ്മുടെ നാടൊരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നുണ്ട്. ഇതൊരു പുരോഗമന സമൂഹത്തിന് ചേർന്നതല്ല, കേരളം പോലെ ഒരു നാടിന് ഒരിക്കലും ചേർന്നതല്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ, നല്ല ശതമാനം ആളുകൾ ഇവിടെയുണ്ട്. മാധ്യമങ്ങൾ ഇവിടെയുണ്ട്, ഒപ്പം തന്നെ പൗരസമൂഹമുണ്ട്, പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ ഇത് വലിയ വാർത്തയാവുന്നത്. അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ കുറിപ്പ് നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യയിൽ പോയാൽ ശ്രദ്ധിക്കുക പോലും ആരും. അങ്ങനെ കുറിപ്പിട്ടതിൻ്റെ പേരിലായിരിക്കും ഒരുപക്ഷെ അവർ ആക്രമിക്കപ്പെടുക. പക്ഷേ കേരളം ആ കാര്യത്തിൽ നമ്മൾ എത്രയോ നിരാശയുടെ എലമെൻറ്റ്സ് പറയുമ്പോഴും കേരളം പ്രത്യാശാ നിർഭരമായി തന്നെയാണ് ഇത്തരം പ്രശ്നങ്ങളെ കാണുന്നതെന്നാണ്. അപ്പോൾ ഇത്തരം ഡിസ്കഷൻസ് എല്ലാം അതിന് ഗുണമാവട്ടെ എന്ന് വിചാരിക്കാം. പക്ഷേ നമ്മൾ കാണാത്ത ലെയറുകൾ കുഴപ്പമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മൾ അംഗീകരിക്കണം. അംഗീകരിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ തിരുത്തിലേക്ക് സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുള്ളൂ.